ക്രിഞ്ച് ബ്രോ, പാസം, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, SJ സൂര്യ, നാനിയുടെ സ്റ്റണ്ട്, അത് വെച്ച് ബോറാണ് ബ്രോ പടം. പക്ഷേ എല്ലാം കണ്ടു പറഞ്ഞ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്, സിമ്പിൾ സ്റ്റോറിയാണ്. പക്ഷേ ലെങ്ത് ഓവറായിട്ട് അല്പം കൂട്ടി പോയത് മാത്രമാണ് വിഷയം. സ്റ്റോറി കണ്ടുമടുത്തൊരു സ്റ്റോറിയാണ്, പക്ഷെ എന്നാൽ പോലും SJ സൂര്യയുടെ പെർഫോമൻസ് വെച്ച് നോക്കണമെങ്കിൽ പടം വർത്താണ്. ഞാൻ ഒരുപാട് മൾട്ടിലിംഗിൽ കണ്ട് ശീലിച്ചൊരു പ്ലോട്ട് ആയതുകൊണ്ട് എനിക്ക് വലിയ പുതുമ തോന്നുന്നില്ല. വലിയ പുതുമയൊന്നുമില്ല, യൂഷ്വൽ ഒരു തെലുങ്ക് പടം. സരിപ്പോത ശനിവാരം, അതായത് സൂര്യ സാറ്റർഡേ, എന്തുകൊണ്ടാണ് ആ പേര് വന്നിരിക്കുന്നതെന്ന് പറയാൻ ഒരു കഥയുണ്ട്. പീക്സിലോ 4/5 ആയിട്ട് എത്രയോ സിനിമ ഇറങ്ങുന്നുണ്ട്, ഇത് കാണുന്നതിന് മോശമില്ല. చాలా బాగుంది. గుడ్స్ గుడ్ అదిరిపోయింది అన్న సినిమా. BGM, నాని యాక్టింగ్, వివేక్ ఆత్రేయ డైరెక్షన్ పీక్స్లో ఉంది. 4/5 రేటింగ్ అదిరిపోయింది. బాగుంది సినిమా, బాగుంది. മൂവി ഈസ് വെരി ഗുഡ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈസ് എക്സലന്റ്, ഷുഡ് വാച്ച്. കട്ട ക്രിഞ്ചാണ് ബ്രോ പടം. പാസം, പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, SJ സൂര്യ, അത് ഒഴിച്ചു നിർത്തിയ പടം ബോറാണ് ബ്രോ. നാനിയുടെ സ്റ്റണ്ട് കൊള്ളാം, വേറൊന്നും പറയത്തക്ക കാര്യങ്ങളൊന്നുമില്ല ബ്രോ. 2 മണിക്കൂറും 52 മിനിറ്റും. ക്രിഞ്ച് ബ്രോ, പാസം, അത്രേ ഉള്ളു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ, SJ സൂര്യ, നാനിയുടെ സ്റ്റണ്ട്, അത് വെച്ച് ബോറാണ് ബ്രോ പടം. ആക്കിയും കാര്യങ്ങളെല്ലാം പക്കയാണ്. ലെങ്ത് കുറച്ചിരുന്നെങ്കിൽ വേറെ അല്പം കൂടെ നമുക്ക് എൻഗേജിങ് ആയിട്ട് തോന്നുമായിരുന്നു. ബാക്കി തെലുങ്ക് മൂവിയുടെ ടെംപ്ലേറ്റ് ആണോ? അങ്ങനെയല്ല, നോർമൽ തമിഴ് പടം ആ ഒരു രീതി, ആ ഒരു ലെവലൊക്കെ ഉണ്ട്. ഭയങ്കരമായ തെലുങ്ക് പണ്ടത്തെ മൂവി അങ്ങനത്തെ രീതിയിലൊന്നും അല്ല, പക്കയായിട്ട് എല്ലാ സ്റ്റോറിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ എല്ലാം കണ്ടു പറഞ്ഞ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്, സിമ്പിൾ സ്റ്റോറിയാണ്. പക്ഷേ ലെങ്ത് ഓവറായിട്ട് അല്പം കൂട്ടി പോയത് മാത്രമേ വിഷയമുള്ളൂ. ബാക്കി വേറെ പ്രോബ്ലം ഒന്നുമില്ല. നാനി SJ സൂര്യ കോമ്പിനേഷൻ എല്ലാം പക്കയാണ്, പൊളിയാണ്. അതെ, ഒരു ആഹാ കല്യാണം ആ ഡയറക്ടറിൻ്റെ നിന്നൊരു വെറൈറ്റി അറ്റംപ്റ്റാണ് നോക്കിയിരിക്കുന്നത്. പക്ഷേ ലെങ്തിൻ്റെ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, ബാക്കി വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പടം സെറ്റാണ്. പടം സൂപ്പർ പടമാണ്, എൻഗേജിങ് ആണ്, നല്ല മൂവിയാണ്. SJ സൂര്യയുടെ പെർഫോമൻസ് നമുക്ക് എടുത്ത് പറയാം. അല്ല, കഥ ക്ലീശേ സ്റ്റോറിയാണ്, പക്ഷെ പടം അഭിനയം ഒരു ലക്ഷ്യമില്ല. BGM കൂടെ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. സ്റ്റോറി കണ്ടുമടുത്തൊരു സ്റ്റോറിയാണ്, പക്ഷെ എന്നാൽ പോലും SJ സൂര്യയുടെ പെർഫോമൻസ് വെച്ച് നോക്കണമെങ്കിൽ പടം വർത്താണ്. പെർഫോമൻസ് ആണ്, SJ സൂര്യയുടെ പെർഫോമൻസ് ആണ് സൂപ്പർ. സിനിമ കൊള്ളാം, ടോട്ടലി കൊള്ളാം. എടുത്തു പറയേണ്ട SJ സൂര്യയുടെ അഭിനയം തന്നെയാണ്, പ്ലസ് BGM സ്കോർ അടിപൊളി സിനിമ. ഇല്ല, നല്ല സിനിമയുടെ ടോട്ടൽ നല്ല സിനിമ. സ്റ്റോറി എന്ന് പറഞ്ഞാലും ഇപ്പോൾ എടുത്തിരിക്കുന്ന മേക്കിംഗ് എല്ലാം അടിപൊളി മേക്കിംഗ് ആയിട്ടാ. എത്രയോ സിനിമ ഇറങ്ങുന്നുണ്ട്, ഇത് കാണുന്നതിന് മോശമില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. പടം ഒരു നോർമൽ തെലുങ്ക് പടത്തിലുള്ള പോലെ തന്നെ പ്രഡിക്റ്റബിൾ സ്റ്റോറി ലൈനാണ്, പക്ഷേ പടം നൈസാണ്. ഫുള്ള് ഒരു എൻ്റർടൈൻമെൻറ്റ്, പവർ പാക്ഡ് ആക്ഷൻ എൻ്റർടൈനറാണ് പടം. SJ സൂര്യയുടെ പെർഫോമൻസ്, നാനി എല്ലാം അടിപൊളിച്ചിട്ടുണ്ട്. പെർഫോമൻസ് അടിപൊളിയാണ്. പിന്നെ JXB ഒരു BGM കിടുവാണ് പടത്തിൽ. ഇല്ല, അതിപ്പോൾ ഒരു തെലുങ്ക് പടത്തിൽ കണ്ടുപിടുത്ത സാധനമൊക്കെ തന്നെ, പക്ഷേ ആ ഒരു ത്രെഡ് അടിപൊളിയാണ് പടത്തിൽ. ആദ്യം കൊണ്ടിടുന്ന ഒരു ത്രെഡ് ഉണ്ട്, അത് നൈസാണ്. കൊള്ളാം കേട്ടോ, നല്ലത്. SJ സൂര്യ പിന്നെ ഒന്നും പറയണല്ലോ, അങ്ങേര് നാശം. SJ സൂര്യയുടെ പെർഫോമൻസ് ഒക്കെ പൊളിയായിരുന്നു. പിന്നെ ഞാനൊരു ഫുൾ ടൈം ആക്ഷൻ കൊള്ളാം, നല്ല രസമുണ്ട്, കണ്ടിരിക്കാം. 1 ടൈം വാച്ചബിളാണ്. കുഴപ്പമില്ല. ആനിമലിൻ്റെ ഒരു തമിഴ് ടച്ച്, തെലുങ്ക് ടച്ചിൽ തെലുങ്കിൻ്റെ ഒരു സ്റ്റോറി അല്ലാതെ, പക്ഷെ കൊള്ളാം. പക്ഷെ നല്ല രസമുണ്ട്. നല്ല ആക്ഷൻ പടം. ഞാൻ ഒരുപാട് മൾട്ടിലിംഗിൽ കണ്ട് ശീലിച്ചൊരു പ്ലോട്ട് ആയതുകൊണ്ട് എനിക്ക് വലിയ പുതുമ തോന്നുന്നില്ല. പക്ഷേ നല്ലൊരു എൻ്റർടൈനറാണ്, സൂപ്പർ. ആസ് യൂഷ്വൽ സൂപ്പർ ആയിട്ടുണ്ട്. കണ്ടുമടുത്തില്ല, നമ്മളിലേക്ക് അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഓഡിയൻസ് കണ്ടുമടുത്തൊരു പടമല്ല. ഞാനിങ്ങനത്തെ പ്ലോട്ട് കണ്ടുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, അല്ലാത്തവർക്ക് കണ്ട പടമൊന്നുമല്ല. ലൈക്ക് ആക്ഷൻ സീക്വൻസ് നന്നായി ചെയ്തിട്ടുണ്ട്. അതേപോലെ SJ സൂര്യ സൂപ്പറായിരുന്നു. സ്റ്റോറി ലൈക്ക് ഇറ്റ്സ് വെരി ചെറുതായിട്ടേ ഉള്ളൂ, പക്ഷേ കൊള്ളാം. ലൈക്ക് 1 ടൈം വാച്ചബിളായിട്ട് അവരെ ഉദ്ദേശിക്കുന്ന ഓഡിയൻസിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് വെരി ഗുഡ് ബ്രോ, എക്സലന്റ്. നാനി ഡിഡ് ഇറ്റ് വെരി വെൽ. SJ സൂര്യ's part is also very good. JXB's music is top notch. 3 മണിക്കൂറുണ്ട്, പക്ഷേ കുറച്ച് എന്താ പറയുക, ട്രിം ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷേ കൊള്ളാം, നൈസ് പടം, നല്ല പടം. ലാഗൊന്നുമില്ല, അത്യാവശ്യം ആക്ഷൻ സീൻസൊക്കെ ഉള്ളത് അത്യാവശ്യം എൻഗേജിങ് ആയിരുന്നു, കൊള്ളാം. അത് ഓരോ ആൾക്കാർക്ക് പേഴ്സണൽ അവരുടെ ഓരോ ഒപ്പീനിയൻസ് അല്ലേ, എനിക്കിഷ്ടപ്പെട്ടു, നല്ല ഇഷ്ടപ്പെട്ടു. കൊള്ളായിരുന്നു, കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗുണ്ട്, എൻ്റെ കുഴപ്പം മാത്രമേ ഉള്ളൂ. പെർഫോമൻസ് വൈസ് കൊള്ളാം, വില്ലനായിട്ടുണ്ട്, കൊള്ളാം, കുഴപ്പമില്ല, കൊള്ളാം. അങ്ങനെ പറയാൻ പറ്റില്ല, കുഴപ്പമില്ല. നാനിയുടെ SJ സൂര്യയുടെ അവരുടെ ഫൈറ്റൊക്കെ കണ്ടിരിക്കാൻ രസമുണ്ട്. വലിയ പുതുമയൊന്നുമില്ല, യൂഷ്വൽ ഒരു തെലുങ്ക് പടം ആ ഒരു ലെവലിലായിരുന്നു, വലിയ പുതുമയൊന്നും. ഗുഡ് 4 out of 5. പടം കൊള്ളാം. ഞാൻ തെലുങ്ക് വെർഷനാണ് കണ്ടത്, നൈസായിട്ടുണ്ട്. നാനിയുടെ മാസും പിന്നെ SJ സൂര്യയുടെ നമുക്ക് ഒരു കുറേ സിനിമകൾ കണ്ടതന്നെ. SJ സൂര്യ വില്ലനായിട്ട് വരുമ്പോൾ നമുക്ക് അറിയാം കുറച്ച് സൈക്കോ ഉള്ള ഒരു കഥാപാത്രം, അത് തന്നെയാണ് SJ സൂര്യ ചെയ്തിരിക്കുന്നത്, നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് എനിക്കൊരു ഡീസൻ്റ് ഒക്കെ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് സ്റ്റോറി എന്തുകൊണ്ട് ഈ സരിപ്പോത ശനിവാരം, അതായത് സൂര്യ സാറ്റർഡേ, എന്തുകൊണ്ടാണ് ആ പേര് വന്നിരിക്കുന്നതെന്ന് പറയാൻ ഒരു കഥയുണ്ട്. അതായത് തൻ്റെ ദേഷ്യം ശനിയാഴ്ച മാത്രം തീർക്കുന്ന നായകൻ. അപ്പോൾ അതിന് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്, ആ സിനിമ കണ്ടാലും നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് കുറച്ച് ഇമോഷനും ഫീൽ ഗുഡായിട്ടൊക്കെ ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ മാസൊക്കെ ഉണ്ട്, പക്ഷേ സെക്കൻഡ് ഹാഫാണ് എനിക്ക് കുറച്ചും കൂടെ രസകരമായിട്ട് തോന്നി.
ഒരു 6 ചാപ്റ്ററിൽ കൂടിയാണ് ഇതിൻ്റെ ഡയറക്ടർ കഥ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ സെക്കൻഡ് ഹാഫിൽ ഈ ഹൈഡ് ആൻഡ് സീക്ക്, ക്രോസ് റോഡ് എന്ന് പറയുന്ന 2 ചാപ്റ്ററുണ്ട്. ഫ്ലാഷ് ബാക്കിലാണ് മൊത്തം കഥ പറഞ്ഞിരിക്കുന്നത്. ക്ലൈമാക്സിലോട്ട് എത്താൻ, അത് തുടക്കം ക്ലൈമാക്സ് കാണിച്ചിട്ട് ക്ലൈമാക്സിലോട്ട് എത്താൻ ഫ്ലാഷ് ബാക്കിലാണ് കഥ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊള്ളാം. വിവേകാത്രയ ഇതിനു മുമ്പ് എടുത്ത സിനിമ എനിക്ക് ഇഷ്ടമായിരുന്നു. അത് കുറച്ച് ഫീൽ ഗുഡ് റൊമാൻസ് പടമായിരുന്നു. ഇത് ആക്ഷൻ പടമാണ്. പിന്നെ ജെയ്ക്സ് ബിജിയുടെ ബീജിയം എടുത്ത് പറയണം. ജെയ്ക്സ് ബിജിയുടെ ബീജിയം നമ്മൾ അയ്യപ്പനും കോശിയിൽ കേട്ട മറ്റേ കല ആ ഒരു സാധനമൊക്കെ ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. അതും കൽക്കിയിൽ ടോവിനോയ്ക്ക് കൊടുത്ത ഒരു ബീജിയമുണ്ട്. അതൊക്കെ കൂടെ മിക്സ് ചെയ്താണ് എസ് ജെ സൂര്യയ്ക്ക് നാനിക്കൊക്കെ കൊടുത്തിട്ടുള്ളത്. ഒരു യൂഷ്വൽ ടിപ്പിക്കൽ തെലുങ്ക് പടമാണ്. പക്ഷേ അവർ ഇതിലൊരു കാര്യം അവർ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സ്റ്റോറിയിൽ നിന്ന് വേറെ ഒന്നും ഡീവിയേറ്റ് ചെയ്യാൻ പോയിട്ടില്ല. അതായത് നായകനും നായിക ഒരു റൊമാൻസ് സോങ്, ഫോറിൻ സോങ് അങ്ങനെയൊന്നുമില്ല. റൊമാൻസ് ഉണ്ട്, ഫസ്റ്റ് ഹാഫിൽ റൊമാൻസ് ഒക്കെ ഉണ്ട്, പ്രിയങ്കി നാനിയായിട്ടൊക്കെ ഉള്ളു. പക്ഷേ അതൊക്കെ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് നാനിയെ പോലെ ഒരാൾക്ക് ഇപ്പം നമുക്കിവിടെ ആൾ കുറവായിരുന്നു സിനിമ, പക്ഷേ അവരുടെ ഓൺ സ്റ്റേറ്റിൽ ഫാൻസുകാരൂടെയൊക്കെ ഇരുന്ന് കാണുമ്പോൾ വിസിൽ വർത്തി മൊമെൻറ്റ്സ് ഒരുപാടുണ്ട്. ഒരുപാട് സിനിമയെ നമ്മൾ കണ്ട സാധനം തന്നെ. പക്ഷേ അതിന് നാനിക്ക് വേണ്ടിയിട്ട് സംവിധായകൻ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് നാനി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നാനി എസ് ജെ സൂര്യ കോംബോ അതും നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. എസ് ജെ സൂര്യയ്ക്ക് ടൈലർ മെയ്ഡ് റോളാണ്. അതായത് നമുക്കറിയാം ഈ റോൾ എസ് ജെ സൂര്യയ്ക്ക് വേണ്ടി എഴുതി വെച്ചതാണ്. അത് എസ് ജെ സൂര്യ അത് ആ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ സിനിമ ചെയ്ത ഒരു സൈക്കോ വില്ലൻ കഥാപാത്രം, അതിൻ്റെ വേറൊരു പോലീസ് റോളാണ്. അതൊക്കെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു പടം. എന്ന് പറഞ്ഞാൽ ഞാൻ എൻജോയ് ചെയ്തു, ബോറൊന്നും അടിച്ചില്ല. ഫസ്റ്റ് ഹാഫിനെക്കാട്ട് സെക്കൻഡ് ഹാഫ് കുറേ കൂടെ നല്ലതായിട്ട് തോന്നി. അത് ഈ ഒരു 2 ചാപ്റ്റർ, ഈ ഒരു കാറ്റ് ആൻഡ് മൗസ് ഗെയിമുണ്ട് എസ് ജെ സൂര്യ നാനിയും കൂടെ. അത് തന്നെ അടിച്ചത് ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു എന്താ പറയുക, വില്ലനും നായകനും കൂടെ, അങ്ങനെ കുറച്ച് സാധനമൊക്കെ നല്ല ക്ലിക്കായി എനിക്ക് ഇഷ്ടപ്പെട്ടു.